നമസ്കാരം പ്രിയപ്പെട്ട മലയാളി വാർത്താ പ്രേക്ഷകരെ. എവിടെ ഒരു നല്ല കാര്യം സംഭവിച്ചാലും അവിടെയൊക്കെ ഒരു മലയാളി സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും അല്ലേ? അത് സാധാരണ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്നതും തല ഉയർത്തി നിൽക്കാവുന്നതുമായിട്ടുള്ള എണ്ണി പറയാവുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അരങ്ങേറുന്നത്. മലയാളിയായ അനിൽ മേനോൻ ഉൾപ്പെടെയുള്ള 3 അംഗ ബഹിരാകാശ ഗവേഷക സംഘം വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മലയാളികൾക്ക് പ്രശംസിക്കാൻ വാനോളം. കസാഖ്സ്ഥാനിലെ ബൈക്കനൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 8:17 അനിലും സംഘവും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത്. എക്സ്പെഡീഷൻ 74 എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ സംഘം പുറപ്പെട്ടത്. 8 മാസക്കാലം അനിൽ മേനോൻ ബഹിരാകാശ നിലയത്തിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംഘം മടങ്ങുക. 2027 ഏപ്രിലായിരിക്കും ഇവർ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത്. എന്താണ് എക്സ്പെഡീഷൻ 74 എന്ന ദൗത്യം? വിശദമായി നോക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 2025 ഡിസംബർ 8 തുടങ്ങിയ ഒരു ദീർഘകാല ശാസ്ത്ര ഗവേഷണ ദൗത്യമാണ് എക്സ്പെഡീഷൻ 74. നാസ, റോസ്കോസ്മോസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജാക്സ തുടങ്ങിയ വിവിധ അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളെ ശാസ്ത്രജ്ഞർ ഒന്നിച്ചു പങ്കെടുക്കുന്ന ദൗത്യം. ഭൂമിയിലെയും ബഹിരാകാശത്തെയും മനുഷ്യ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രാഥമിക ലക്ഷ്യം ഇതാണ്. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ, റഷ്യൻ കോസ്മോനോട്ടുകളായ പ്യോട്ടർ ഡുബ്രോവ്, അന്ന കിഗീന എന്നിവർ അടങ്ങുന്ന പുതിയ സംഘം 2026 ജൂലൈ 14 സോയൂസ് MS-29 പേടകത്തിൽ ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേരുകയുണ്ടായി. എക്സ്പെഡീഷൻ 74, 75 എന്നീ ദൗത്യങ്ങളുടെ ഭാഗമായി 8 മാസത്തോളമാണ് ഇവർ ബഹിരാകാശത്ത് ചെലവഴിക്കുന്നത്. എന്നാൽ 8 മാസം അവർ അവിടെ സന്തോഷത്തോടെ കഴിയും. അതിനുശേഷം ഭൂമിയിലേക്ക് അവരുടെ മടക്കത്തിനായി കാത്തിരിക്കുകയാണ് ഭൂമിയിലുള്ളവർ. എന്തൊക്കെയാണ് ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വിശദമായി നോക്കാം. ഭാവിയിലെ ബഹിരാകാശ യാത്രകൾക്കും ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിനും ഒരുപോലെ സഹായകമാകുന്ന നിരവധി സാങ്കേതിക വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങളാണ് ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതിലൊന്നാണ് അർദ്ധചാലക സ്ഫടികങ്ങളുടെ നിർമ്മാണം. ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടറുകൾ, നിർമ്മിത ബുദ്ധി, മെച്ചപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ ഒന്നാണ് സെമി കണ്ടക്ടർ. അത്തരത്തിലുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ വൻതോതിലുള്ള നിർമ്മാണം മൈക്രോ ഗ്രാവിറ്റിയിൽ സാധ്യമാക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നുള്ള മെഡിക്കൽ സഹായം ഒഴിവാക്കാൻ സഹായിക്കുന്നതിനായി ഓഗ്മെന്റഡ് റിയാലിറ്റിയും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ചുള്ള അൾട്രാസൗണ്ട് പരിശോധനകൾ വികസിപ്പിച്ചെടുക്കാനുള്ള ലക്ഷ്യവും കൂടി ഈ ദൗത്യത്തിലൂടെ ഉന്നമിക്കുന്നുണ്ട്. മാത്രമല്ല, ബഹിരാകാശത്തെ മൈക്രോ ഗ്രാവിറ്റിയിൽ രക്തയോട്ടം, സിരകളുടെ ഘടന, രക്തത്തിന്റെ ഘടന എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമോ, എങ്കിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നതൊക്കെ വിലയിരുത്തുക കൂടി ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. മനുഷ്യരുടെ വാർദ്ധക്യ പ്രക്രിയയെക്കുറിച്ചുള്ള ധാരണ മെച്ചപ്പെടുത്തുക, ചികിത്സകൾ വികസിപ്പിക്കുന്നതിനുമായി മൈക്രോ ഗ്രാവിറ്റിയിൽ രക്തക്കുഴൽ ഘടനകളുടെ ബയോ പ്രിന്റിംഗ് നടത്തുക എന്നിവയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ബഹിരാകാശ നിലയത്തിലെ കുടിവെള്ള സംവിധാനം ഉപയോഗിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള IV ഫ്ലൂയിഡുകൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും ഈ ദൗത്യത്തിലൂടെ ഉന്നമിക്കുകയാണ്. അപ്പോൾ എന്തായാലും വലിയ ലക്ഷ്യങ്ങളാണുള്ളത് മുന്നിൽ. ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ദൗത്യം തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്പെഡീഷൻ 74 ദൗത്യം ഇതിനകം തന്നെ സുപ്രധാന ലക്ഷ്യങ്ങളൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയെന്ന ഒരു വിവരവും കൂടി പങ്കുവയ്ക്കാനുണ്ട്. 2026 മാർച്ച് 18, ജൂൺ 30 തീയതികളിൽ നാസയുടെ ജെസിക്ക മേയർ, ക്രിസ് വില്യംസ് എന്നിവർ സ്പേസ് വാക്ക് നടത്തി സോളാർ അറേ മോഡ് കിറ്റ് സ്ഥാപിച്ചു. കാനഡാർം-2 റോബോട്ടിക് ആമിലെ തകരാറുകൾ പരിഹരിച്ചു. 2026 മെയ് 27 റഷ്യൻ കോസ്മോനോട്ടുകളായ സെർജി കുട്സെർച്കോവ്, സെർജി മിഗയേവ് എന്നിവർ സ്പേസ് വാക്ക് നടത്തി സൂര്യനിലെ ഫ്ലയറുകൾ പഠിച്ചു. അതിനുള്ള 50 കിലോഗ്രാം ഭാരമുള്ള സോളൻസ ടെറാഹെഡ്സ് റേഡിയോ ടെലിസ്കോപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. മാത്രമല്ല,
സെമി കണ്ടക്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എക്രാൻ എം പരീക്ഷണവും ബഹിരാകാശത്ത് ശൂന്യതയിലും ഉയർന്ന റേഡിയേഷനിലും ബാക്ടീരിയകൾ, വിത്തുകൾ, ക്രസ്റ്റേഷ്യൻ സിസ്റ്റുകൾ എന്നിവ എങ്ങനെ അതിജീവിച്ചു എന്ന് പഠിക്കുന്ന ബയോറിസ്ക് പരീക്ഷണവും വിജയകരമായി നടത്തി. മാത്രമല്ല, വിവരങ്ങൾ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനായി ഇവ ശേഖരിച്ചു. കാര്യക്ഷമമായ റിപ്പോർട്ടിങ്ങിനായി ശബ്ദാധിഷ്ഠിത നിർമ്മിത ബുദ്ധി സിസ്റ്റം പരീക്ഷിച്ചു. ടിഷ്യൂകളെയും ജീനുകളെയും നിരീക്ഷിക്കുന്നതിനുള്ള ബയോളജി റിസർച്ച് ഇമേജിംഗ് സിസ്റ്റം വിജയകരമായി സജ്ജീകരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു പദ്ധതി മുന്നോട്ട് പോവുകയാണ്. 8 മാസത്തിലുള്ള കാത്തിരിപ്പാണ്. എന്തായാലും മലയാളി കൂടി ഉണ്ട് എന്നത്, അതായത് ഒരു മലയാളി വേര് കൂടി അതിലുണ്ട് എന്നതും നമുക്കും വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. എന്താണ് അനിൽ മേനോന്റെ ചുമതല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ദൗത്യത്തിലെ പ്രധാന പങ്ക് എന്താണെന്ന് നോക്കാം. US സ്പേസ് ഫോഴ്സിലെ കേണലും എമർജൻസി മെഡിസിൻ ഫിസീഷ്യനും മുൻ സ്പേസ് എക്സ് മെഡിക്കൽ ഡയറക്ടറുമായ അനിൽ മേനോന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. എക്സ്പെഡീഷൻ 74-75 മിഷനിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായാണ് അനിൽ മേനോൻ സേവനമനുഷ്ഠിക്കുന്നത്. ബഹിരാകാശ പേടകത്തിന്റെ സിസ്റ്റം മെയിൻ്റനൻസ്, റോബോട്ടിക് പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ ഗവേഷണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ക്രൂവിന്റെ ഓൺ ഓർബിറ്റ് മെഡിക്കൽ ഓഫീസറായും അനിൽ മേനോൻ പ്രവർത്തിക്കും. മനുഷ്യ ശരീരത്തിൽ ദീർഘകാല ബഹിരാകാശ യാത്രയുണ്ടാക്കുന്ന ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നേരിട്ട് പങ്കാളിയാവുകയും ചെയ്യും. മൈക്രോ ഗ്രാവിറ്റിയിൽ രക്തയോട്ടം എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്ന് പഠിക്കുന്നതിനായി അദ്ദേഹം സ്വയം ഒരു ടെസ്റ്റ് സബ്ജക്റ്റായി മാറുകയും ചെയ്യും. മെഡിക്കൽ, കമ്പ്യൂട്ടർ ആവശ്യങ്ങൾക്കുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ നിർമ്മാണ ഗവേഷണവും അദ്ദേഹം നടത്തും. നിർമ്മിത ബുദ്ധിയും ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ചുള്ള നൂതന മെഡിക്കൽ അൾട്രാസൗണ്ട് പരിശോധനകൾ അനിൽ മേനോന്റെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുന്നത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയും മെഡിക്കൽ സയൻസിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന സുപ്രധാന ശാസ്ത്ര പരീക്ഷണങ്ങൾ കൂടി ഈ ഒരു ദൗത്യത്തിലൂടെ അനിൽ മേനോനും സംഘവും ലക്ഷ്യമിടുകയാണ്.